വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ദ കപ്പിൾ ഹൂ റീഡ്സ്. ഓക്കെ, റൈറ്റ്. സോ ഈ ഒരു എപ്പിസോഡ് ഇത്തിരി സ്പെഷ്യലാണ്. അതുകൊണ്ടാണ് ഗെറ്റപ്പിലൊക്കെ വന്നേക്കുന്നത്. തംബ്നെയിൽ കണ്ടിട്ട് മനസ്സിലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ക്ലൂ തരാം. ക്ലൂ കൊടുക്കട്ടെ? അതായത് ഞങ്ങള് ഏകദേശം 2 വർഷത്തെ കാത്തിരിപ്പ് അല്ലേ? 2 വർഷം തന്നെയാണോ? 2 വർഷം. അപ്പോൾ ഏകദേശം 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വെനസ്ഡേ സീസൺ 2 വരികയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങള് സീസൺ 1 റീക്യാപ്പ് കാണാനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ എന്തെങ്കിലും നോവൽ ബേസ്ഡ് ആണോ ഈ സീരീസ് എന്ന് നോക്കാനായിട്ട് ഞങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. അതെ. അപ്പൊ സർപ്രൈസിംഗ്ലി ഞങ്ങൾ കണ്ടു ഇതിന്റെ ഈ സീരീസിന്റെ ഒരു നോവലൈസേഷൻ ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടു. ആൻഡ് ദാറ്റ് റിയലി എക്സൈറ്റഡ് us, and there is one more reason for that. ഞങ്ങളെ അറിയാവുന്നവർക്ക് അറിയായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് വെനസ്ഡേയുടെ ആ ഒരു ബുക്ക് കാണിക്കാം അല്ലേ? ഓക്കെ, ഇതാണ് സീസൺ 1 നോവലൈസേഷൻ. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഈ സീരീസ് വന്നതിന് ശേഷമാണ് ഇത് നോവലായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊന്നും നോക്കിയില്ല, അപ്പോൾ തന്നെ ഓർഡർ ആക്കി. ഇനി ദാറ്റ് വൺ റീസൺ ദാറ്റ് വൈ ഇറ്റ് സൂപ്പർ എക്സൈറ്റഡ് us, അത് വേറൊന്നുമല്ല, ദീപ്തി എഴുതിയ റോയ് എന്ന് പറഞ്ഞ നോവലാണ്. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് എവർ മലയാളം മൂവി ടു ബിക്കം ആൻ ഇംഗ്ലീഷ് നോവൽ. സോ യാ, അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം വർക്കാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും, കാരണം ഇത് ആദ്യമായിരുന്നല്ലോ. ഇത് റോയ് ഇറങ്ങിയത് 2022, നോവലായിട്ട് ഇറങ്ങിയത് 2024. അപ്പോൾ ഇങ്ങനെയും നടക്കും. അതായത് സീരീസ് ഇറങ്ങിയ അല്ലെങ്കിൽ സിനിമ ഇറങ്ങിയ ശേഷം നോവൽ ഇറങ്ങാറുണ്ടെന്നുള്ളതിൻ്റെ വേറൊരു റീസൺ കൂടിയാണ് വെനസ്ഡേ എന്ന് പറഞ്ഞ നോവലൈസേഷൻ. അപ്പോൾ ദാറ്റ് ഈസ് വൈ വി സെലക്ടഡ് ദിസ് ഫോർ എവർ നെക്സ്റ്റ് റീഡ് അല്ലേ? അതായത് ഓഗസ്റ്റിലെ ഫസ്റ്റ് റീഡ് ഇതായിരിക്കും. അപ്പൊ അതിന്റെ റീസൺ കൂടെ ഉണ്ടോ? എന്താ പറയേ? August 6th വെൻസ്ഡേ സീസൺ 2 റിലീസ് ആവാണ് നെറ്റ്ഫ്ലിക്സിൽ. അതെ. അപ്പോ ഇനി അകത്ത് നമ്മുടെ പരിപാടി എന്ന് വെച്ചാല് ഞാൻ ഒരു ചെറിയ റിസർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് വെൻസ്ഡേ സീരീസിനെ കുറിച്ചിട്ടും ടോട്ടലി വെൻസ്ഡേ കുറിച്ചിട്ട് ഞാനൊരു റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു ഗെസ്സിംഗ് ഗെയിം പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതില് നീ ആൻസേഴ്സ് ഒന്ന് ഗെസ് ചെയ്യണം. അറിയാൻ ചാൻസ് ഇല്ല, നമ്മൾ രണ്ടുപേരും അതിനെ കുറിച്ച് അധികം വായിച്ചിട്ടില്ല. ശരി, ഓക്കെ. അപ്പോ എനിക്ക് ഇതിന്റെ ഫസ്റ്റ് സീസൺ കണ്ടതും പിന്നെ പണ്ട് കാർട്ടൂൺ കണ്ടതൊക്കെ ഐഡിയ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നോക്കാം. ആൻഡ് എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ബുക്ക് ഇത്രയും പെട്ടെന്ന് നേരത്തെ ഒരു വീഡിയോ ചെയ്യുന്നതിന് ഒരു റീസണും ഉണ്ട്. അതാദ്യം പറയാം. അതായത് ഒരു സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ വെനസ്ഡേ കണ്ടിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ നോവലൈസേഷൻ എങ്ങനെയെന്ന് നിങ്ങൾക്കും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും സീസൺ 2 ഇറങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ ഇത് ഈ ബുക്കിൻ്റെ പർച്ചേസ് ലിങ്ക് ആമസോണിൽ എനിക്കൊന്ന് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു, ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ മേക്ക് ഷുവർ യു ഗൈസ് റീഡ് ദിസ് വിത്ത് അസ്. അപ്പോൾ ഇത് വായിച്ച് ആ ഒരു എക്സ്പീരിയൻസും കൂടെ, എന്നിട്ട് സെക്കൻഡ് സീസണിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ സീസൺ 1 റീക്യാപ്പിന് മുമ്പ് ഇതൊന്ന് വായിച്ചിട്ട് പോകുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇൻഫാക്ട് ദാറ്റ് മൈറ്റ് ബി ദ വെരി ഫസ്റ്റ് എക്സ്പീരിയൻസ് ഫോർ അസ്. ആൻഡ് നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് 1 മാസം മുമ്പേ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള റീസൺ. ഓക്കെ. ആൻഡ് ഞങ്ങളുടെ ഇനിയുള്ള കോണ്ടന്റിൽ നമ്മൾ എന്താ കാര്യങ്ങളായിരിക്കും, ഇങ്ങനത്തെ എന്ത് ഹൈലൈറ്റ് എന്നുള്ളത് പറയുന്നത്? മൂവി ടു എല്ലാ മൂവി കഴിഞ്ഞിട്ട് ബുക്ക് വന്ന് എല്ലാം ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. അതുപോലെ സീരീസ് ബുക്ക് ആയത്, തിരിച്ചും ബുക്ക് സിനിമ ആയതും ബുക്ക് സീരീസ് ആയതും ഒക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ നോവൽ അഡാപ്റ്റേഷൻസും മൂവി അഡാപ്റ്റേഷൻസും ഞങ്ങൾ ഡിസ്കസ് ചെയ്യും ഈ കപ്പിൾ ഹൂ റീഡ്സിന്റെ അകത്ത്. ഓക്കെ, സോ ഓവർ ടു നമ്മുടെ സെഗ്മെന്റ്. യാ, റൈറ്റ്. ഗെസ്സിംഗ് ഗെയിം അല്ലേ? എന്ന് പറയാന്നറിയില്ല, നോക്കാം. ഓക്കെ, കം ഓൺ. ഫസ്റ്റ്. ഓക്കെ, ഷൂട്ട്. ആരാണ് വെൻസ്ഡേ ആഡംസ്? ആരാണ് വെനസ്ഡേ ആഡംസ്? ആഡംസ് ഫാമിലിയിലെ ആളാണ് വെനസ്ഡേ അല്ലേ? യെസ്, കറക്റ്റ്. ഫസ്റ്റ് ആഡംസ് ഫാമിലിയിലെ ഏറ്റവും എൽഡസ്റ്റ് ഡോട്ടർ ആണ് വെൻസ്ഡേ. ആഡംസ് ഫാമിലി ഉത്തരം പറയാൻ എനിക്ക് പോയിന്റ് ഉണ്ടാവും അല്ലേ? 1-0 എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആക്കരുത്. നോക്കട്ടെ. അപ്പൊ ആഡംസ് ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? ആഡംസ് ഫാമിലി സിമ്പിൾ അല്ലേ? വെനസ്ഡേയുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, വെനസ്ഡേയുടെ തിങ്ങുണ്ട്. ആഡംസ് ഫാമിലിയിലെ ഏറ്റവും മൂത്ത മകൾ എന്ന് പറയുമ്പോ അച്ഛനും അമ്മയും ഉണ്ടാവും. അങ്ങനെയല്ല, പേര് പറ. പേര് തിങ്. ഇല്ല, പേര് ഐഡിയ ഇല്ല. ഓർമ്മയുണ്ടോന്ന് വെച്ചാൽ ഇല്ല. ആൾക്കാരെ ഓർമ്മയുണ്ട്, പേര് ഓർമ്മ. മറ്റേ വെനസ്ഡേയുടെ അമ്മയുടെ പേരെന്തോ മോട്ടീഷ്യ. അതെനിക്ക് ചെറുതായിട്ട് അറിയാം. വെനസ്ഡേയുടെ അച്ഛൻ ഗോമസ് ആഡംസ്, വെനസ്ഡേയുടെ അമ്മ മോട്ടീഷ്യ ആഡംസ്,
പിന്നെ വെൻസ്ഡേ ആഡംസ്, പിന്നെ പഗ്സ്ലി ആഡംസ് എന്ന് പറഞ്ഞ് വെൻസ്ഡേയുടെ ബ്രദർ. ഓക്കെ. പിന്നെ അവരുടെ കൂടെ ഒരു അറ്റുപോയ കൈപ്പത്തി പോലെ ഒരു ഇങ്ങനെ നടക്കുന്ന ഓക്കെ, അതാണ് മെയിൻ ക്യാരക്ടർ. പിന്നെ ഒരു ബ്രൂം അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ബട്ട്ലർ ഉണ്ട്, പിന്നെ ഒരു ഗ്രാൻഡ്മാ ഫ്രംപ് ഉണ്ട്, പിന്നെ ഒരു ഒഫീലിയ എന്നൊരു ക്യാരക്ടർ ഉണ്ട്, പിന്നെ അങ്കിൾ ഫെസ്റ്റർ ഉണ്ട്. അത് സീസണിനകത്തും ഉണ്ട്. ഫസ്റ്റ് സീസണിനകത്ത് ഓർമ്മയില്ല. മുട്ട. അതെ. റൈറ്റ്, ശരി. അപ്പൊ ഈ പോയിന്റ് താങ്കൾക്ക് എടുത്തോട്ടെ. 1-1. യെസ്. പിന്നെ വെൻസ്ഡേ ആഡംസ് ഫാമിലി ആദ്യമായിട്ട് വരുന്ന എവിടെയാണ്? ഞാൻ കണ്ടത് കാർട്ടൂൺ നെറ്റ്വർക്കിലാണ്. 90s നെറ്റ്വർക്കിലല്ലേ? 1938. What? 1938. 1938? 1938. 1930 അല്ല? 1938. Yeah. 1938 അമേരിക്കൻ കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ചാൾസ് ആഡംസ് അമേരിക്കൻ മാഗസീൻ ആയിട്ടുള്ള ദ ന്യൂയോർക്കറിൽ ഒരു സിംഗിൾ പാനൽ കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ ഒറ്റ കോളത്തിൽ ഒരു ഇല്ലസ്ട്രേഷനും താഴെ ഒരു ക്യാപ്ഷനും മാത്രമായിട്ട് വരുന്ന സിംഗിൾ പാനൽ കാർട്ടൂണിനകത്ത് കാർട്ടൂൺ ആയിട്ട് ആണ് ആദ്യമായിട്ട് ആഡംസ് ഫാമിലി എന്ന് പറയുന്ന കാർട്ടൂൺ വരുന്നത്. പക്ഷെ അന്ന് അതിനകത്ത് ക്യാരക്ടേഴ്സിന് പേരൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു ഇല്ലസ്ട്രേഷൻ, അതിന്റെ താഴെ ഒരു ക്യാപ്ഷൻ, അത്രമാത്രം. That is super excited കാരണം this is what this is why we work in this industry. Writing it goes lifetime. അതെ, മരണം ഇല്ല എന്നുള്ളതിന്റെ 1938 അല്ലേ? 1938 മുതൽ ഇപ്പൊ 2005 ആയിട്ടും 2025 ആയിട്ടും ക്യാരക്ടേഴ്സ് ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ എനിക്കൊന്ന് 2038 ആവുമ്പോ ആഡംസ് 100 years. ഓ, ആൻഡ് സി ഐഡിയലി ഇതിൽ ഏറ്റവും വേറെ രസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ് എക്സൈറ്റഡ് മീ വെൻ ഐ വാസ് എ ചൈൽഡ്. കാർട്ടൂൺ നെറ്റ്വർക്കിൽ ഞാൻ കണ്ടപ്പോഴും എന്നെ അത് എക്സൈറ്റ് ചെയ്ത്. ഇപ്പൊ വെനസ്ഡേ ഒരു സീരീസ് ആയിട്ട് വന്നപ്പോഴും അത് എക്സൈറ്റഡ്. അപ്പൊ എനിക്കൊന്നും ത്രൂ ഓൾ ജനറേഷൻ ഐ ഗസ് ഇറ്റ് ഈസ് എൻജോയബിൾ. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർട്ടൂൺ നെറ്റ്വർക്കിൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്കത് അങ്ങനെ അതിന്റെ അത് കാണുമ്പോൾ എനിക്ക് ആ ഡാർക്ക്നെസ് കണ്ടിട്ട് അത്രയ്ക്ക് അങ്ങ് ഞാൻ അട്രാക്ട് ആവില്ല. പവർ ഓഫ് ഗേൾസ്, ഡെക്സ്റ്റേഴ്സ് ലെവലൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂൾ ടൈം കഴിഞ്ഞ് വരാൻ നേരത്ത് ഓൺ ചെയ്യുമ്പോ ആഡംസ് ഫാമിലി കണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പുറകോട്ട് പോയി റിസർച്ച് ചെയ്യാനുള്ള, ഇപ്പോഴത്തെ വെനസ്ഡേ കണ്ടു കഴിയുമ്പോൾ എനിക്ക് പുറകോട്ട് പോയി റിസർച്ച് ചെയ്യാനുള്ള ആഗ്രഹം വരും. അത് ഇൻട്രസ്റ്റ്. പിന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം താങ്കൾ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യമായിട്ട് ആഡംസ് ഫാമിലി ടിവിയിൽ അപ്പിയർ ചെയ്യുന്നത് ഏത് വർഷം? ഓക്കെ, കാർട്ടൂൺ നെറ്റ്വർക്കിലല്ല, അല്ല അറിയില്ല. 1964 ABC ടിവിയിലാണ്, US-ലെ ABC ടിവിയിലാണ് ആദ്യമായിട്ട് ആഡംസ് ഫാമിലി അപ്പിയർ ചെയ്യുന്നത്. അനിമേറ്റഡ് ആയിരുന്നോ? അനിമേറ്റഡ് അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റില് 2 സീസൺ ആയിട്ട് 64 എപ്പിസോഡ്സ് ഉള്ള ഒരു സീരീസ് ആയിട്ടാണ് ആദ്യമായിട്ട് അപ്പിയർ ചെയ്യുന്നത്. നൈസ്. ഓക്കെ, അപ്പൊ അന്നേ വർക്കായതാണ്. അന്നേ വർക്കായതായിരിക്കുമല്ലോ അല്ലേ? ഓക്കെ, റൈറ്റ്. ആഡംസ് ഫാമിലി എന്നാണ് അത്. ഇത് വെനസ്ഡേ. ഓക്കെ, ശരി. ആഡംസ് ഫാമിലി എന്നാണ് തോന്നുന്നത്. ഓക്കെ, റൈറ്റ്. ഇപ്പോ 3-1 കിട്ടാൻ ചാൻസ്. വലിയ റിസർച്ച്. ശരി, അടുത്ത. പിന്നെ വെൻസ്ഡേ എന്ന് പറയുന്ന ക്യാരക്ടർ ആദ്യമായിട്ട് ആഡംസ് ഫാമിലിയിൽ വരുന്നത് പേര് പറഞ്ഞുകൊണ്ടാണോ എനിക്ക് തോന്നുന്നില്ല. വെൻസ്ഡേ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ പടം ആദ്യമായിട്ട് ആഡംസ് ഫാമിലി കാർട്ടൂണിൽ വരുന്നത് ഏത് വർഷമാണ്? അത് August 26, 1944. ഓ, 1944. അതായത് ചാനലില് അല്ലല്ല, 1938 കാർട്ടൂൺ തുടങ്ങി. കാർട്ടൂണില് ബാക്കി ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. വെൻസ്ഡേ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ആദ്യമായിട്ട് ആ കാർട്ടൂണിൽ കാണിക്കുന്നത് August 26, 1944. ഓക്കെ, അത് August 6 ആയിരുന്നെങ്കിൽ അതിന്റെ ഒരു ആനിവേഴ്സറി എന്നുള്ള രീതിയിൽ വെനസ്ഡേ സെക്കൻഡ് സീസൺ വന്നു. പക്ഷെ നെറ്റ്ഫ്ലിക്സുകാർ ഇതെല്ലാം വെൻസ്ഡേകളിലാണ് ഇറക്കുന്നതെന്ന് കേട്ടു. കൂൾ, നൈസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, വെൻസ്ഡേ എന്തുകൊണ്ടാണ് വെൻസ്ഡേ എന്ന് പേര് വന്നത്? വെൻസ്ഡേ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് എന്തുകൊണ്ടാണ് വെനസ്ഡേ ആണ് ഇറക്കണമെങ്കിൽ ഒബ്വിയസ്ലി വെനസ്ഡേ ആയിരിക്കും. തോന്നി എനിക്ക് അതായിരിക്കും. അതാണ് അത്ര കോൺഫിഡൻസ് ആയിട്ട് ആദ്യം നമ്മളെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു നമ്മളടുത്ത് പറഞ്ഞെന്താ വെനസ്ഡേ ആണ് എല്ലാം നെറ്റ്ഫ്ലിക്സ് ഇറക്കണമെങ്കിൽ പറഞ്ഞ പറ എന്താ. അപ്പൊ 4-1 ആവും. ഞാൻ പറഞ്ഞേ മൺഡേ ആണ് ജനിച്ചത്. അല്ല, മൺഡേസ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു നഴ്സറി റൈം ഉണ്ട്. മൺഡേസ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു ലൈനാണ് വെൻസ്ഡേസ് ചൈൽഡ് ഇസ് ഫുൾ ഓഫ് വോ. ഇതൊരു ഡാർക്ക് കോമഡി ആണല്ലോ. അപ്പൊ ഒരു സൂപ്പർസ്റ്റിഷൻ ഉണ്ട് എന്ന് വെച്ചാൽ വെൻസ്ഡേ ജനിച്ചവര് അൺലക്കി
ഓ ആണ്. ഓ അത് കുറച്ച് മിസറബിൾ ലൈഫ് ആയിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഡാർക്ക് കോമഡി ആണല്ലോ. ഓ ഓ അപ്പൊ അതുകൊണ്ടാണ് വെൻസ്ഡേസ് ചൈൽഡ് ഇസ് ഫുൾ ഓഫ് വോ എന്ന് പറയുന്നത്. ആ സെന്റൻസ്, ആ ഒരു ലൈൻ വെച്ചിട്ടാണ് നീ വെനസ്ഡേ ജനിച്ചേ, ഞാൻ ട്യൂസ്ഡേ ജനിച്ചത്. ഞാൻ ഫ്രൈഡേ ജനിച്ചത്. ശരി. അപ്പൊ അതുകൊണ്ടാണ് വെൻസ്ഡേ എന്ന് പറ്റും. അപ്പൊ വെൻസ്ഡേ ജനിച്ചെന്താ? വെനസ്ഡേ. അതിലെല്ലാം ഞാൻ പറഞ്ഞത്. അയ്യോ ശരിയാണല്ലോ. ഓ ഓ ശേ. ഓക്കെ. മൺഡേ അല്ല, വെനസ്ഡേ അല്ല, അപ്പോ നമ്മൾ ഈ അൺലക്കി ഫ്രൈഡേ. ഫ്രൈഡേ. ഓക്കെ ഓക്കെ. അതിനൊരു മൂവി ഉണ്ട്, ഏത് ഡേറ്റ് ആണെന്നുള്ളത്? ഫ്രൈഡേ ദ 13th. ഫ്രൈഡേ 13th. ഓക്കെ. പിന്നെയും അൺലക്കി എന്ന് പറയപ്പെടുന്ന ഫ്രൈഡേ ദ 13th. വെനസ്ഡേക്കാൾ അൺലക്കി അല്ലേ ഫ്രൈഡേ ദ 13th അല്ലേ? ആൾക്കാരുടെ കോൺസെപ്റ്റ് പറയാറാ. ഓക്കെ, അങ്ങനെയാണോ ജനിക്കുന്നത്? അതാണ് ഇതിനകത്ത് പറയുന്നത്. വെൻസ്ഡേയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഫ്രൈഡേ ദ 13th. ഓ നൈസ് നൈസ് നൈസ്. എന്നിട്ട് വെനസ്ഡേ എന്നൊരു പേര്. വെൻസ്ഡേ എന്നുള്ള പേര് കിട്ടും. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇനി ഓക്കെ, ഫൈനൽ ചോദ്യം അല്ലേ? ഫൈനൽ ചോദ്യം. ഓക്കെ, അപ്പൊ ഇപ്പൊ എത്ര? 4-1. ഒരു 2 താ. ഇതും ചാൻസ് കുറവ്. അപ്പൊ ജയിച്ചിരിക്കുന്നു. ഇനിയിപ്പോ കൗണ്ട് ചെയ്തിട്ട് ലാസ്റ്റ് ചോദ്യം പറ. ഷൂട്ട്. വെൻസ്ഡേയുടെ ഫസ്റ്റ് 4 എപ്പിസോഡ്സ് ഡയറക്ട് ചെയ്തേക്കുന്നത് സീസൺ 1. ഫസ്റ്റ് 4 എപ്പിസോഡ്സ് ഡയറക്ട് ചെയ്തേക്കുന്നത് ഭയങ്കര ഒരു പോപ്പുലർ ആയിട്ടുള്ള, നമുക്ക് ഇഷ്ടമുള്ളൊരു പടം ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരാൾ. ഡയറക്ട് ചെയ്ത ആളല്ല. പിന്നെ ഇതുപോലത്തെ ഇംഗ്ലീഷ് ഒരു ജോൺറാണ്. ഡാർക്ക് കോമഡിയോ? ഡാർക്ക് കോമഡി എന്ന് പറയാം. ഓക്കെ. ക്ലൂ. ആ മൂവിയിൽ ത്രൂ ഔട്ട് നമുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. ആളുടെ പേര് അങ്ങനെയാണോ? ആള് നമ്മുടെ ഫേവറേറ്റ് മൂവിക്കകത്ത് ഒരു കഴിക്കാനുള്ള സാധനമുണ്ട്. അതിനെ അയാളും ആ കഴിക്കാനുള്ള, ഐ മീൻ ഈ മൂവിയിലെ മെയിൻ ക്യാരക്ടറും ഈ കഴിക്കാനുള്ള സാധനവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. നിനക്കറിയാം? അയ്യോ, ഒരു ഐഡിയ കിട്ടണില്ല. ഞാൻ ഒരു ദിവസം നീ നമ്മുടെ ഫേവറേറ്റ് മൂവിയിലാണ് ഫുഡ് ഉള്ളത്. ആ മൂവി ഡയറക്ട് ചെയ്തേക്കുന്ന ആളാണ് ഇതും ഡയറക്ട് ചെയ്തേക്കുന്നത്. എന്നെ നിർബന്ധിച്ച് പിടിച്ചിരുത്തി കാണിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. സീരീസ് അല്ല, മൂവി. ഡിക്ഷനിൽ ഞാൻ പറയാൻ കളയുന്നില്ല. ശരി. ടിം ബർട്ടൺ ആണ് വെൻസ്ഡേയുടെ ഫസ്റ്റ് 4 സീരീസ് ഡയറക്ട് ചെയ്ത്, ഐ മീൻ ഫസ്റ്റ് 4 എപ്പിസോഡ്സ് ഡയറക്ട് ചെയ്ത്. ബർട്ടൺ ഡയറക്ട് ചെയ്ത സിനിമയാണ് ചാർലി ആൻഡ് ദി ചോക്ലേറ്റ് ഫാക്ടറി. അത് ഞാൻ നിന്നെ പിടിച്ചെടുത്ത് കാണിച്ചാ? ഞാൻ നീ എന്നെ പിടിച്ചെത്തി കാണിച്ച. ശരിയാണ്. എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ നമ്മൾ ഒരു ഓക്കെ ഞാൻ ഓക്കെ കൊള്ളാം. ചാർലി ആൻഡ് ദി ചോക്ലേറ്റ് ഫാക്ടറി മാത്രമല്ല, ബാറ്റ്മാൻ 1989, ബാറ്റ്മാൻ റിട്ടേൺസ് 1992. ഓ നോ വണ്ടർ സീസൺ 1 is so good. ഇത് ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റോപ്പ് മോഷൻ ഹൊറർ മൂവി ഉണ്ട്, ദി കോപ്സ് ബ്രൈഡ് എന്ന് പറഞ്ഞിട്ട്. കണ്ടിട്ടില്ലല്ലോ? ഒരുമിച്ച് കാണാം. അപ്പൊ അതും ഡയറക്ട് ചെയ്തേക്കുന്നത് ടിം ബർട്ടൺ തന്നെയാണ്. ആൻഡ് സീസൺ 2 ടിം ബർട്ടൺ ഒരു പോർഷൻ ഡയറക്ട് ചെയ്യുന്നുണ്ട്. ഓ നൈസ് നൈസ് നൈസ്. മേക്സ് ഇറ്റ് ഓൾ ദ മോർ എക്സൈറ്റിംഗ്. ഓ അടിപൊളി. ഓക്കെ, അപ്പോ എനിക്കൊന്ന് ഈ പറഞ്ഞ ചാർലി ആൻഡ് ദി ചോക്ലേറ്റ് ഫാക്ടറി കാണാത്തവർ കുറവായിരിക്കും അല്ലേ ഇംഗ്ലീഷ് സിനിമ കാണുന്നവര്? നൈസ്. ആ ഡയറക്ഷൻ സൈഡ് ഞാൻ നോക്കിയില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ നോവല് എഴുതിയ ആരാന്നുള്ളത് ഇനി അടുത്ത് നോക്കാം. പേര് ടൈലർ കെ മെയ്യ. അപ്പോൾ ഈ ഓതർ യങ് അഡൽട്ട് ഫാന്റസിയിൽ അത്യാവശ്യം പേരെടുത്ത ഒരു ഓതറാണ്. വി സെറ്റ് ദ ഡാർക്ക് ഓൺ ഫയർ എന്ന് പറഞ്ഞ ഇറ്റ്സ് ക്വൈറ്റ്, എനിക്കൊന്ന് US മോർ ദാൻ 2000 റേറ്റിംഗ്സ്, ഇന്ത്യയിലൊക്കെ 1000 മേൽ റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു ബുക്കുണ്ട്. അതൊക്കെ എഴുതിയ ആണ്. അപ്പോൾ എന്തായാലും ദിസ് ബുക്ക് ഈസ് ഓൾസോ പ്രോമിസിങ് ആൻഡ് ഐ തിങ്ക് US ഇറ്റ്സ് ബിൻ സോൾഡ്, നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ഇന്ത്യയിൽ എനിക്കറിയില്ല, ഐ ഹാവ് നെവർ സീൻ, റീലിലോ ആൾക്കാരുടെ റെക്കമെൻഡേഷൻ ഒന്നും ഈ ബുക്ക് കണ്ടിട്ടില്ല. സോ പ്ലീസ് ഗോ ത്രൂ ദിസ്. ഒരു റാൻഡം സെർച്ചിൽ കിട്ടിയതാണ്, വെരി റാൻഡം സെർച്ചിൽ കിട്ടിയതാണ്. ഞാൻ ഫസ്റ്റ് പേജ് വായിച്ചിട്ട് ഭയങ്കര രസമുണ്ട്. ആണല്ലേ? ഓക്കെ, സോ ദിസ് ഷുഡ് ബി എ മസ്റ്റ് റീഡ്. ആൻഡ് അഗെയിൻ നമ്മുടെ ഒപ്പം വായിക്കുക. ആ ഒരു ഞങ്ങൾ 2 വീഡിയോ ഞങ്ങൾ ഇടുന്നുണ്ട്. അതായത് ഒന്ന് ഈ ബുക്കിന്റെ ഒരു ഡിസ്കഷൻ, 2 ഈ ബുക്കും ഈ പറഞ്ഞ പോലെ ഈ ഒരു സീസണും തമ്മിലുള്ള കമ്പാരിസൺ. അത് ആദ്യത്തെ വീഡിയോ തന്നെ പറയും അല്ലേ? സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് സീസണിന്റെ ഒരു റീക്യാപ്പ്, ഒരു ഹൈലൈറ്റ്സ് മാത്രം വെച്ചിട്ടുള്ള ഒരു റീക്യാപ്പ് ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഫുള്ള് കാണാൻ സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ ദ കപ്പിൾ ഹൂ റീഡ്സ് നിങ്ങൾക്ക് വേണ്ടി സീസൺ 1ന്റെ ബുക്ക് ഡിസ്കഷൻ ഉണ്ട്. രണ്ടാമത്തെ വീഡിയോയിൽ ഒരു റീക്യാപ്പ്, ഹൈലൈറ്റ്സ് റീക്യാപ്പ് ഉണ്ട്. സോ വി വിൽ ബി ലൈക്ക് എക്സ്പ്ലെയിനിങ് ദോസ് ഹൈലൈറ്റ്സ്. ഈ ബുക്കിൽ നിന്ന് വായിച്ചതും സീസൺ ഞങ്ങൾ കാണുന്നുമുണ്ട്. ബുക്ക് വായിച്ചതിന് ശേഷം ഞങ്ങൾ കാണുന്നത് സീസൺ 1, എന്നിട്ട് നിങ്ങൾക്ക് അടുത്ത് പറയുന്നതായിരിക്കും. സോ താങ്ക് യു ഓൾ.
സോ നമ്മുടെ അടുത്ത വീഡിയോ അടുത്ത ആഴ്ച, അടുത്ത ഫ്രൈഡേ നമ്മൾ നമ്മുടെ ആദ്യത്തെ ബുക്ക് നമ്മൾ സെലക്ട് ചെയ്ത ക്ലാസിക് ബുക്കിന്റെ പെങ്കിന്റെ ക്ലാസിക് ബുക്കിന്റെ ഫൈറ്റ് നൈറ്റ്സിന്റെ ഡിസ്കഷൻ ആയിരിക്കും. സോ നെക്സ്റ്റ് ഫ്രൈഡേ, സി ഓൺ നെക്സ്റ്റ് ഫ്രൈഡേ. സോ താങ്ക് യു. ഇഷ്ടമുള്ളവർ റോയും കൂടെ റോയ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത 25 ഓർഡേഴ്സ് റോയിയുടെ വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം? സൈൻഡ് കോപ്പി കൊടുക്കാം. ആൻഡ് ദീപ് ടീം, അതുപോലെ റോയ് സിനിമയുടെ ഡയറക്ടർ സുനിൽ ഇബ്രാഹിം സാറാണ്. സാറിന് ഒരുപാട് മൂവീസ് ഉണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ റോയ് സിനിമയുടെ നോവൽ വേർഷൻ നിങ്ങൾ ഇനി നെക്സ്റ്റ് 25 ഓർഡേഴ്സ് ആമസോണിൽ വരുന്നത് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. രണ്ടുപേരുടെ സൈൻ ഉണ്ട്, ഡയറക്ടർ സാറിൻ്റെ ഉണ്ട്, ദീപ്തിയുടെയും ഉണ്ട്. ഓക്കെ, സോ വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ് The Couple Who Reads. All right, see ya.